പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്നേഹിക്കുക എന്നാൽ എന്താണ് അതിൻ്റെ താൽപര്യവും വിവക്ഷയും? സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജറും സഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവിയും കൃത്യമായ രൂപത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹം എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ നിർവചിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഫീ ജാനിബിൽ അഖ്ലി മഅരിഫത്തൻ വ ഇൽമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചരിത്രം അറിഞ്ഞും പഠിച്ചും വിജ്ഞാനമാർജിച്ചും ചിന്താപരവും ബുദ്ധിപരവുമായ തലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്നേഹിക്കുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനമായ രൂപത്തിൽ ജീവിച്ച് കാണിച്ചത് എന്ന് വ്യക്തമാക്കുന്ന സുന്നത്തിനെ പറ്റി പഠിക്കുക, ഹലാൽ ഹറാമുകളെ സംബന്ധിച്ച് പഠിക്കുക, മന്ദൂബ് കറാഹത്ത് വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുക, ഫർള് വാജിബ് മുതലായ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുക. ഈ പഠനം മഹബ്ബത്തുർ റസൂലിന്റെ ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമത്തെ ഘടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക സ്നേഹം ഹൃദയത്തിൽ ഇങ്ങോട്ട് വൈകാരികമായും വൈചാരികമായും പ്രതിഷ്ഠിക്കുക. അതായത് ഹൃദയപൂർവം ഹാർദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. അതിനുശേഷം അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത വിധം ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടിയിരുത്തുക. ഈ രണ്ട് ഘടകങ്ങൾ പൂർത്തിയായാൽ മൂന്നാമത്തെ ഘടകം മഹബ്ബത്തുഹു ബിൽ ജവാരിഹി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ അവയവങ്ങൾ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്നേഹിക്കുക. എന്ന് വെച്ചാൽ ഏത് രൂപത്തിലാണ് റസൂൽ നമസ്കരിക്കാൻ പഠിപ്പിച്ചത്, ഏത് രൂപത്തിലാണ് ഇബാദത്തുകൾ ചെയ്യാൻ നബി തിരുമേനി പരിശീലിപ്പിച്ചത്, ഏത് രൂപത്തിലാണ് ഹജ്ജ് നിർവഹിക്കാൻ തിരുമേനി പഠിപ്പിച്ചത്, ഏത് രൂപത്തിലാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും തിരുമേനി പഠിപ്പിച്ചത്, ഏത് രൂപത്തിലാണ് മുതിർന്നവരെ ഏത് രൂപത്തിൽ ആദരിക്കണം എന്ന് തിരുമേനി പഠിപ്പിച്ചത്, ഏത് രൂപത്തിലാണ് മാതാപിതാക്കളും മക്കളും തമ്മിലെ ബന്ധം ഉണ്ടാവേണ്ടത് തിരുമേനി പഠിപ്പിച്ചത്, ഏത് രൂപത്തിലാണോ ഭാര്യയും ഭർത്താവും തമ്മിലെ ബന്ധം ഉണ്ടാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ കർമ്മങ്ങളും ചിന്തകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്തെടുക്കണം. ഈ മൂന്ന് ഘടകങ്ങളും പൂർത്തിയാകുമ്പോൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നാം സ്നേഹിക്കുന്നുവോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നാം സ്നേഹിക്കുന്നത്? ഒരാളെ സ്നേഹിക്കുമ്പോൾ അതിന് തക്കതായ കാരണം വേണം. ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കുന്നു, ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നു, മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും സ്നേഹിക്കുന്നു, അയൽവാസികളെ നാം സ്നേഹിക്കുന്നു. ഈ സ്നേഹങ്ങൾക്കെല്ലാം ഒരടിസ്ഥാനമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനം ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാഹുവിന്റെ ആത്മമിത്രം ആകുന്നു എന്നുള്ളതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്,
നിങ്ങളുടെ ഈ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിന്റെ ആത്മമിത്രമാകുന്നു, ഉറ്റ സ്നേഹിതനാകുന്നു. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിവിന്റെയും കരുണയുടെയും റഹ്മത്തിന്റെയും എല്ലാം മൂർത്തിമൽഭാവമായിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിന് തന്നെയും അനുഗ്രഹം കാരുണ്യവുമായി കൊണ്ട് മാത്രമാണ് നാം താങ്കളെ നിയോഗിച്ചയച്ചത്. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്നേഹിച്ചതുപോലെ ലോകത്താർക്കും ആരെയും സ്നേഹിക്കാൻ സാധ്യമല്ല. ഹസൻ ഹുസൈൻ എന്നീ കുഞ്ഞുമക്കളെ ശിരസിൽ ഉമ്മ വെച്ച് നബി തിരുമേനി തെരുതരെ ആശ്ലേഷിച്ചപ്പോൾ അഖ്റഅ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സഹാബി നബിയോട് പറയുന്ന, റസൂലേ, എനിക്ക് ഇതുപോലെ 10 എണ്ണമുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അവരെ ചുംബിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. നബി തിരുമേനി ചോദിക്കുന്നു, കരുണ എന്ന വികാരം, വാത്സല്യത്തിന്റെ ചിന്തകൾ നിന്റെ ഹൃദയത്തിൽ നിന്നും അള്ളാഹു എടുത്തു കളഞ്ഞാൽ സഹോദര, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്, ഇമാമാണ്. സുജൂദിൽ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ എഴുന്നേറ്റ് നിൽക്കാതായപ്പോൾ സഹാബിമാർ കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദിൽ വഫാത്തായി, മരണപ്പെട്ടു. മറ്റൊരു കൂട്ടർ കരുതി നബി തിരുമേനി എഴുന്നേറ്റ് നിൽക്കാൻ മറന്നുപോയി. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ പറയുന്നു, റസൂലെ, ഞങ്ങൾ കരുതി അങ്ങ് മരണപ്പെട്ടു പോയി സുജൂദിൽ, അല്ലെങ്കിൽ താങ്കൾ മറന്നുപോയി എന്ന് കരുതി. റസൂൽ പറയുന്നു, രണ്ടും സംഭവിച്ചിട്ടില്ല. ഞാൻ മരിച്ചിട്ടുമില്ല, ഞാൻ മറന്നിട്ടുമില്ല. പക്ഷേ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ എന്നീ പിഞ്ചുമക്കൾ ഞാൻ സുജൂദിൽ പോയപ്പോൾ എന്റെ പുറത്ത് കയറി ആല കളിക്കയായിരുന്നു. അത്രയും രസത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ആ മക്കളുടെ രസച്ചരട് അറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സുജൂദിൽ തന്നെ കിടന്നത്. അവരെഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നമസ്കാരത്തിൽ മുഴുകി. ഇതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കാരുണ്യത്തിന്റെ കടലെന്ന് പറഞ്ഞാൽ, തന്റെ പിറകിൽ സ്ത്രീകൾ നമസ്കരിക്കാനുണ്ടെങ്കിൽ, തന്റെ പിറകിൽ രോഗികൾ നമസ്കരിക്കാനുണ്ടെങ്കിൽ, തന്റെ പിറകിൽ യാത്രക്കാർ നമസ്കരിക്കാനുണ്ടെങ്കിൽ, തന്റെ പിറകിൽ വൃദ്ധന്മാർ നമസ്കരിക്കാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം നമസ്കാരം ലഘൂകരിക്കും. അവർക്ക് വേണ്ടി ചെറിയ സൂറത്തുകൾ ഓതിക്കൊണ്ട് അവരോട് കരുണ കാണിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. ഈ രൂപത്തിൽ നാം തിരുമേനിയെ സ്നേഹിച്ചേ പറ്റൂ. മൂന്നാമത്തെ കാര്യം, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അങ്ങേയറ്റം സ്നേഹിച്ച് നാളെ പരലോകത്തിൽ കാണുവാൻ ആഗ്രഹിക്കുക. ആരാണ് റസൂൽ? എന്തായിരുന്നു റസൂലിന്റെ ദൗത്യം? റസൂലിനെ കുറിച്ച് കുറെ മദ്ഹ് പാടി പ്രകീർത്തിച്ചാൽ ദൗത്യം തീരുമോ? കുറെ പ്രശംസാ വാക്കുകളും കീർത്തനങ്ങളും കേൾക്കാൻ വേണ്ടിയായിരുന്നോ 23 കൊല്ലക്കാലത്തെ പ്രവാചകത്വ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവിട്ടത്? അല്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? എന്താണ് തിരുമേനി ഈ ലോകത്ത് നിറവേറ്റിയ ദൗത്യം? എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ അള്ളാഹു സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ട്. യാ അയ്യുഹൻ നബിയോ, അല്ലയോ പ്രവാചകരെ, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. നാം താങ്കളെ നിയോഗിച്ചയച്ചത് ജനങ്ങൾക്ക് സാക്ഷിയായി ജീവിക്കാൻ വേണ്ടിയാണ്. മനസാ വാചാ കർമ്മണ ഇസ്ലാമിന് സാക്ഷിയായി ജീവിക്കണം താങ്കൾ. മുബശ്ശിറൻ, ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് താങ്കൾ. വനദീറ, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് താങ്കൾ. സ്വർഗത്തെക്കുറിച്ചുള്ള സുവാർത്തകൾ, നരകത്തെക്കുറിച്ചുള്ള താക്കീതുകൾ കൊടുക്കാനുള്ള പ്രവാചകനാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സർവോപരി അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രബോധകനായിക്കൊണ്ടാണ് നാം താങ്കളെ നിയോഗിച്ചത്. പ്രബോധകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനാണ്. വസിറാജൻ മുനീറ, ദീപ്തിമത്തായ തിളങ്ങി നിൽക്കുന്ന വെളിച്ചമായും വിളക്കായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അള്ളാഹു നിയോഗിച്ചയച്ചു.
അപ്പോൾ സന്തോഷ വാർത്ത അറിയിക്കും, മുന്നറിയിപ്പ് നൽകും, ഇസ്ലാമിക പ്രബോധനം നടത്തും. ദീപ്തിമത്തായ വിളക്കായി ലോകമെങ്ങും വെളിച്ചം പരത്തും ആ പ്രവാചകൻ. നോക്കണം. പിന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും സലാമും ചൊല്ലും. എന്താ കാരണം? അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സത്യവിശ്വാസികളെ, അള്ളാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതിനാൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, ഈ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സലാത്തും സലാമും ചൊല്ലണം. സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കും, അള്ളാഹു സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? മലക്കുകൾ സലാത്തും സലാമും ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? സത്യവിശ്വാസികൾ സലാത്തും സലാമും ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അങ്ങേയറ്റം കനിവുണ്ട് റസൂലിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രശംസിച്ചിട്ടുണ്ട്. നബി തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു ആശീർവദിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യശസ്സ് മുഹമ്മദ് അഥവാ പ്രകീർത്തിക്കപ്പെടുന്നവൻ എന്ന പേരിൽ ലോകാന്ത്യം വരെ ജനങ്ങൾ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ രണ്ടാമത്തെ ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസ്മരിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന് ശേഷം റസൂലിന്റെ സ്ഥാനം അള്ളാഹു നിർണയിച്ചു കൊടുത്തു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദേ, ഞാൻ എപ്പോൾ എവിടെ വെച്ചോർക്കുന്നുവോ ആ സന്ദർഭത്തിലെല്ലാം നിന്നെയും ജനങ്ങൾ ഓർക്കണം. മനസ്സിലായില്ലേ? മലക്കുകൾ സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, കൂടുതൽ കൂടുതൽ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവരുടെ സലാത്ത്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ എന്ന് ഒറ്റക്കും കൂട്ടായും സദസ്സിലും അല്ലാതെയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ നാം ചിലത് സൂചിപ്പിച്ചു. ഇന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 സവിശേഷതകൾ എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. 5 ശ്രേഷ്ഠതകൾ. എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും അത് കിട്ടിയിട്ടില്ല. ഒന്നാമത്തേത്, നുസിർതു ബിർറുഅബി മസീറത ശഹർ. ഞാൻ ഒരു യാത്ര പുറപ്പെട്ടു. നബി തിരുമേനി പറയാണ്, യുദ്ധത്തിന് വേണ്ടി എന്റെ അനുയായികളെയും കൊണ്ട് ഞാൻ പുറപ്പെട്ടു. ഉദ്ദിഷ്ട സ്ഥാനത്തെത്താൻ 1 മാസം യാത്ര ചെയ്യണം. പക്ഷേ ഞാൻ ഇറങ്ങിയ നിമിഷം മുതൽ ശത്രുവിന്റെ ഹൃദയത്തിൽ എന്നെ സംബന്ധിച്ചുള്ള പേടിയും ഭയവും അള്ളാഹു ഇട്ടുകൊടുക്കും. അള്ളാഹുവിന്റെ കാരുണ്യമായിരുന്നു അത്. രണ്ടാമത്, മുമ്പൊരു പ്രവാചകനും കിട്ടിയിട്ടില്ലാത്ത പദവിയാണിത്. ഭൂമി മുഴുവൻ നമസ്കരിക്കാൻ യോഗ്യമായ സ്ഥലമാക്കി അള്ളാഹു നിശ്ചയിച്ചു. ഷോപ്പിൽ ജോലി ചെയ്യുന്നവന് പള്ളിയിലേക്ക് വന്നേ നമസ്കരിക്കാൻ പറ്റുകയെന്നില്ല. അവിടെ മുസല്ല വിരിച്ച് അവിടെ നമസ്കരിക്കാം. മുസല്ല ഇല്ലെങ്കിലും തഹൂറായ സ്ഥലമാണെങ്കിൽ അവിടെ നമസ്കരിക്കാം. പാടത്തും പറമ്പിലും നമസ്കരിക്കാം. ഫാക്ടറിയിൽ നമസ്കരിക്കാം. തീവണ്ടിയിലും വിമാനത്തിലും ബസ്സിലും നമസ്കരിക്കാം. കാരണം ഭൂമി മുഴുവൻ എനിക്ക് നമസ്കരിക്കാൻ പാകത്തിൽ അള്ളാഹു ശുദ്ധിയാക്കി തന്നിരിക്കുന്നു. ആരും ഭയപ്പെടേണ്ടതില്ല. എവിടെയും നമസ്കരിക്കാം. അത് തഹൂറായ നിലമായിരിക്കണം. അവിടെ നജസ് ഉണ്ടാവരുത് എന്ന് മാത്രം. അതുകൊണ്ട് എന്റെ സമുദായത്തിൽ
എന്റെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നീട് കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ അയാൾ നമസ്കരിച്ചു കൊള്ളട്ടെ. കാരണം ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീൻ കിതാബൻ മൗഖൂത, നമസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സമയത്ത് അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. കാരണം ഓരോ നമസ്കാരത്തിന്റെ സമയവും ആരാണ് നിർണയിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഓരോ നമസ്കാരത്തിന്റെയും സമയം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അതാത് സമയങ്ങളിൽ കാണിച്ചു കൊടുത്തു. അതാണ് നമസ്കാരം. ളുഹറും അസറും മഗ്രിബും ഇശാഉം സുബ്ഹും എല്ലാം കൃത്യമായ സമയം. ഒരിക്കൽ സഹാബികൾ നബിയോട് ചോദിക്കുക, റസൂലേ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി എന്താ? റസൂൽ പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ ഒന്നാമത്തെ സമയത്ത് കൃത്യമായി നമസ്കരിക്കുക. വബിറുൽ വാലിദൈൻ, പിന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. മൂന്നാമത്തെ കാര്യം ജിഹാദ്. ജിഹാദിനേക്കാൾ പ്രധാനമാണ് നമസ്കാരം. മനസ്സിലായില്ലേ? ജിഹാദിനേക്കാൾ പ്രധാനമാണ് മാതാപിതാക്കൾക്കുള്ള നന്മ ചെയ്യൽ. മൂന്നാം സ്ഥാനത്തെ ജിഹാദ് വരുന്നുള്ളൂ. അപ്പോൾ നാം മനസ്സിലാക്കണം ഓരോന്നിന്റെയും പ്രാധാന്യം. മൂന്നാമത്തെ കാര്യം യുദ്ധം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഗനീമത്ത് മുതലുകൾ എനിക്ക് അള്ളാഹു ഹലാലാക്കി. അത് മുമ്പുള്ള ആർക്കും അള്ളാഹു ഹലാലാക്കി കൊടുത്തിട്ടില്ല. ശഫാഅത്തിനുള്ള ഒരു പദവി അള്ളാഹു എനിക്ക് തന്നു. ജനകോടികൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കണക്കെടുക്കാൻ വേണ്ടി വിയർത്ത് കുളിച്ചു നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു തിരുമേനി കൊടുത്തിട്ടുള്ള ശഫാഅത്തിന്റെയും വസീലത്തിന്റെയും ആതി മുഹമ്മദനിൽ ശഫാഅ വസീലത വൽ ഫളീല, വസീല കൊടുക്കണം, ഫളീല കൊടുക്കണം എന്ന് പറയാറില്ലേ നമസ്കാരത്തിന് ഉളുവിന് ശേഷം? ആ ശഫാഅത്താണിത്. മറ്റൊന്ന് ലാസ്റ്റ്, എല്ലാ പ്രവാചകന്മാരും അതാത് കാലഘട്ടങ്ങളിലെ പ്രദേശങ്ങളിലേക്കാണ് അയക്കപ്പെട്ടത്. നൂഹ് നബി അവിടെ കഴിഞ്ഞു, ഇബ്രാഹിം നബി അവിടെ കഴിഞ്ഞു. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും അവരുടെ ദേശത്ത്, അവരുടെ രാജ്യത്ത് മാത്രമായിരുന്നു വാസ്തവത്തിൽ നിയോഗിക്കപ്പെട്ടത്. ഞാൻ ജനകോടികൾക്ക് മുഴുവനുള്ള പ്രവാചകനാണ്. പാശ്ചാത്യർക്കും പൗരസ്ത്യർക്കും, മുമ്പ് ജീവിച്ചവർക്കും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും കഴിഞ്ഞു പോയവർക്കും വരാനിരിക്കുന്നവർക്കും എല്ലാം പ്രവാചകനായി അള്ളാഹു എന്നെയാണ് നിയോഗിച്ചയച്ചത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മാത്രമുള്ള കാര്യമാണ്. അവസാനത്തേത് വചനങ്ങളുടെ സാരസർവസ്വം അള്ളാഹു എനിക്ക് നൽകി എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് വ്യാഖ്യാനിക്കാൻ നിരവധി ഗ്രന്ഥങ്ങൾ വേണം, പേനകൾ വേണം. ആർക്കും അതങ്ങനെ പറയാൻ കഴിയില്ല. ഒരൊറ്റ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുള്ള ആയിരക്കണക്കിൽ വചനങ്ങളിൽ ഓരോ വചനവും പ്രധാനമാണ്. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് മറ്റാർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. മറ്റൊരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി തിരുമേനിയോട് പറയുന്നു, അബ്ശിർ ബിനൂറൈൻ, മുഹമ്മദേ, 2 വെളിച്ചങ്ങൾ നാം താങ്കൾക്ക് തരുന്നു. 2 വെളിച്ചങ്ങൾ. അത് താറ്റാർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. എന്താ? ഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ഭാഗം, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ഭാഗത്ത് പ്രഖ്യാപനമുണ്ട്, ഈമാനുണ്ട്, പ്രാർത്ഥനയുണ്ട്. അവസാനത്തിൽ നോക്കണം. രണ്ടാമത്തേതോ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അളീം, അല്ലയോ മുഹമ്മദേ, നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു 7 ആയത്തുകൾ, ആവർത്തിച്ചോതിക്കൊണ്ടിരിക്കുന്ന 7 ആയത്തുകൾ. ഏതാ? സൂറത്തുൽ ഫാത്തിഹ. എല്ലാ നമസ്കാരത്തിലും നാം ഓതാറില്ലേ? ഫർദ് നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരത്തിൽ, ലാ സലാത്ത ലിമൻ ലം യഖറ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതാത്ത ഒരു നമസ്കാരമില്ല എന്നാണ് നബി തിരുമേനി പറഞ്ഞത്.
ആ ഫാത്തിഹ അതിലെല്ലാം ഉണ്ട്. അള്ളാഹിനെ സ്തുതിക്കുന്നുണ്ട്, പ്രകീർത്തിക്കുന്നുണ്ട്, വാഴ്ത്തുന്നുണ്ട്, തന്റെ നിസ്സഹായ അള്ളാഹിനോട് പറയുന്നുണ്ട്, താനിതാ അള്ളാഹിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ, സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവസാനത്തിൽ പ്രാർത്ഥനയുമുണ്ട്. അതിൽ എല്ലാം ഒത്തിണങ്ങിയ 7 ആയത്തുകൾ. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അളീം, ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കുന്ന 7 ആയത്തുകൾ നാം താങ്കൾക്ക് നൽകി. കൂടാതെ വൽ ഖുർആനൽ അളീം, അതിനെല്ലാം പറഞ്ഞ മഹത്തായ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആനും നാം താങ്കൾക്ക് നൽകി. കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സംബന്ധിച്ച് പറയാം, ഇന്നലി അസ്മാ, എനിക്ക് ധാരാളം പേരുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇന്നലി അസ്മ, ഒരുപാട് പേരുകൾ. അന അഹ്മദ്, അന മുഹമ്മദ്, അഹമ്മദ് ഞാനാണ്, മുഹമ്മദും ഞാനാണ്. അനൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫർ, ഞാൻ മായിച്ചു കളയുന്നവനാണ്. എങ്ങനെ മായിച്ചു കളയുന്നവൻ? എന്നാൽ കുഫറിനെയും നിഷേധത്തെയും അല്ലാഹു മായിച്ചു കളയും. വഅനൽ ഹാസിർ അല്ലദീ യുഹ്സറു നാസു അലാ ഖദമി, ഞാനാണ് പരലോകത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തി മഹ്ശറിലേക്ക്. വഅനൽ ആഖിബ്, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ. അല്ലദീ ലൈസ ബഅദഹു അഹദ, അതിനുശേഷം ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല. വഖുതിമ ബിയൻ നബിയൂൻ, അവസാനത്തെ പ്രവാചകൻ ഞാനാണ്. പ്രവാചകത്വ പരിസമാപ്തി എന്നിൽ സംഭവിച്ചിരിക്കുന്നു. കൂടാതെ വസമ്മാനില്ലാഹു റഊഫൻ റഹീമ, അള്ളാന്റെ 2 പേരുണ്ടല്ലോ, അസ്മാഇല്ലാഹിൽ ഹുസ്ന, റഊഫ്, റഹീം. നമ്മളൊക്കെ പേരിടുമ്പോ എന്താ പറയാ? അബ്ദുർ റഊഫ് എന്ന് പറയും, അബ്ദുർ റഹീം എന്ന് പറയും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രത്യേകമായ സമ്മാനത്താൽ റഊഫും റഹീമുമായിരുന്നു. അന നബിയ്യു തൗബ, തൗബയുടെ പ്രവാചകനാണ് ഞാൻ. അന നബിയ്യുർ റഹ്മ, റഹ്മത്തിന്റെ പ്രവാചകനാണ് ഞാൻ. അന അക്സറുൻ നാസി തബഅൻ യൗമൽ ഖിയാമ വബിയദി ലിവാഉൽ ഹംദ്, ധാരാളക്കണക്കിൽ കോടിക്കണക്കിൽ അനുയായികൾ ഉള്ളവനാണ് ഞാൻ. ഖിയാമത്ത് നാളിൽ എന്റെ പതാകക്ക് കീഴിൽ സഹസ്രകോടികളായ ജനങ്ങൾ അനുയായികളായി കൊണ്ട് അള്ളാന്റെ സന്നിധിയിലേക്ക് വരും. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആദ്യമായി കടക്കുന്ന വ്യക്തി ഞാനായിരിക്കും. അന അവ്വലു മൻ യഖ്റഉ ബാബൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ ആദ്യമായി വിട്ടു വിളിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. അന അവ്വലു മൻ യൻശഖു അൻഹുൽ ഖബർ, ഖബർ പൊട്ടിപ്പിളരുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും, പുറത്തേക്ക് വരുന്നവൻ. നോക്കണം. ഇനി എന്താ വേണ്ടത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ, എല്ലാറ്റിനും പുറമെ കൗസർ എന്ന് പറയുന്ന ദാഹജലം ജനങ്ങൾക്ക് സമ്മാനിക്കുന്ന ഹൗലുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അല്ലാഹു നൽകി. ഒരിക്കൽ സഹാബിമാർ നബിയോട് ചോദിച്ച, റസൂലെ, അങ്ങയെ ഏറ്റവും സ്നേഹിക്കുന്നവരാരാ? റസൂൽ പറയുന്നു, മിൻ അശദ്ദി ഉമ്മത്തി ലീ ഹുബ്ബൻ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാരെന്ന് വെച്ചാൽ യകൂലൂന ബഅദി, എന്റെ കാലശേഷം വരുന്ന ഒരു തലമുറയാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വമാലിഹി, തന്റെ സ്വത്തും മുതലും മക്കളും എല്ലാം പകരം കൊടുത്തിട്ട് എന്നെ കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാകുന്നു അവർ. നബി തിരുമേനിയെ അത്രത്തോളം സ്നേഹിക്കുന്നു. അതിന് പകരം എന്റെ കുടുംബത്തെ കൊടുത്താൽ തരക്കേടില്ല, എന്റെ സമ്പത്ത് ബലി കഴിച്ചാൽ തരക്കേടില്ല, ജീവൻ പോലും കൊടുത്താൽ പ്രശ്നമല്ല, ഒരു നേരം റസൂലിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. ഒരു സന്ധ്യാനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആകാശത്തിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് പറയാണ്, അന്നുജൂമു അമനത്തുസ് സമാ, നക്ഷത്രങ്ങൾ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ, നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ കാവൽക്കാരാണ്. ഫൈദാ ദഹബത്തിൻ നുജൂം അതസ് സമാ മാ തുഅത്, ഈ നക്ഷത്രങ്ങൾ പൊലിഞ്ഞാൽ ആകാശ ലോകത്തിന് അത് താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ വന്നെത്തും. അന അമനത്തുല്ലി അസ്ഹാബി, എന്റെ കൂട്ടുകാർക്കും സഹാബിമാർക്കുമുള്ള രക്ഷാ കവചമാണ് ഞാൻ. വൈദാ ദഹബതു അന അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സഹാബിമാർക്ക് ഒരുപാട് വിപത്തുകൾ വരാനുണ്ട്. വഅസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എന്റെ സഹാബിമാരെന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ രക്ഷകരാകുന്നു, കാവൽക്കാരാണ്. വൈദാ ദഹബു, അവരും പൊലിഞ്ഞു കഴിഞ്ഞാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ സമുദായത്തിനും കുറെ പ്രശ്നങ്ങളും വിപത്തുകളും വരാനുണ്ട്. അപ്പോൾ നാം ആരാണ്? ഈ ലോകത്തിന്റെ രക്ഷകരായും കാവൽക്കാരായും നിലകൊള്ളുവാൻ ബാധ്യസ്ഥരായ ആളുകളാണ് നാം. എന്താണ് നാം വേണ്ടത്? നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട്.
അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നാം ഏത് രൂപത്തിലാണ് സ്നേഹിക്കേണ്ടത്? എന്താണ് നബി തിരുമേനി വാസ്തവത്തിൽ ചെയ്തത് ഈ ലോകത്ത്? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. നിരക്ഷരനായ അള്ളാഹുവിന്റെ പ്രവാചകനായ ആ പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ തൗറാത്തിലും ഇഞ്ചീലിലുമെല്ലാം രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകൻ. എന്താണ് ആ പ്രവാചകൻ ചെയ്യുന്നത്? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ സംസ്ഥാപിക്കുന്നു, അതിനുവേണ്ടി നിലകൊള്ളുന്നു. വയൻഹാഹും അനിൽ മുൻകർ, അധർമ്മത്തെ തുടച്ചു നീക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ല കാര്യങ്ങൾ അവർക്ക് ഹലാലാക്കി കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ചീത്ത കാര്യങ്ങളെല്ലാം ആ പ്രവാചകൻ ഹറാമാക്കി കൊടുക്കുന്നു. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ ലത്തി കാനത് അലൈഹിം. നൂറ്റാണ്ടുകളുടെ നീളത്തിൽ ഏതെല്ലാം ചങ്ങലകൾ അവരുടെ കാലുകളെയും കൈകളെയും ബന്ധിച്ചിരുന്നുവോ ആ ചങ്ങലക്കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയുന്ന വിമോചനത്തിന്റെ പ്രവാചകനാകുന്നു അത്. ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചു കൊടുക്കുന്ന പ്രവാചകൻ. അവരെ വരിഞ്ഞു മുറുക്കിയ എല്ലാ അടിമത്തത്തിന്റെയും പാരതന്ത്ര്യ ബോധത്തിന്റെയും ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്ന വിമോചകനായിരുന്നു ആ റസൂൽ. ഫല്ലദീന ആമനൂ ബിഹി, ആ പ്രവാചകനിൽ വിശ്വാസം കൈക്കൊള്ളുകയും വഅസ്സറൂഹു, ആ പ്രവാചകനെ പിന്തുണയ്ക്കുകയും ആ പ്രവാചകനോടൊപ്പം അള്ളാഹു ഇറക്കിയിട്ടുള്ള പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിക്കുന്നവർ. അങ്ങനെ പ്രവാചകനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ആ ചരിത്രം ഉൾക്കൊണ്ട് ആ പ്രവാചകൻ എന്തിനു വേണ്ടി ഈ ലോകത്ത് വന്നുവോ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി മുന്നോട്ട് വരാൻ പ്രവാചകനെ മാതൃകയാക്കി ജീവിക്കുന്ന ഒരു സമൂഹമായി വളരുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.